അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മനോഹരമായിട്ടുള്ളൊരു യാത്ര പോവാണ് മീശപ്പുലിമലയിലോട്ട്. ഞാനിപ്പം നിൽക്കുന്നത് മൂന്നാറിലാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത്. ഇതാണ് മൂന്നാർ ടൗണ്. നമുക്ക് ഇവിടെയുള്ള ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ആ സൈഡിലോട്ടാണ് പോകേണ്ടത്. പക്ഷെ അതിൻ്റെ മുന്നേ നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ആദ്യം നമുക്കൊരു നല്ല ഹോട്ടൽ കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഭാഗത്തൊക്കെ കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട് തോന്നുന്നു. ഇവിടെയൊക്കെ കുറേ ചായക്കടകളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ഒരു ഹോട്ടൽ എന്നുള്ള ബോർഡൊക്കെ കാണുന്നുണ്ട്. നല്ലതാണോ എന്ന് അറിയില്ല. ഇവിടെ വേണ്ട, നമുക്ക് ആ ഭാഗത്തൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് പോയി നോക്കാം. ഇപ്പോൾ സമയം രാവിലെ 9 മണിയായിട്ടോ. ടൗണിലൊക്കെ ഇപ്പം നല്ല തിരക്കാണ്. അവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ മഹാറാണി. നമുക്ക് അവിടെ കയറാം. ഇതാണ് ഹോട്ടല്. നമുക്ക് നേരെ അകത്തോട്ട് കയറാം. അപ്പോൾ നമ്മളിവിടെ ഹോട്ടലിൻ്റെ അകത്തോട്ട് കയറി ഇവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് വരണം. അപ്പം നമ്മുടെ ഫുഡ് വന്നു. മസാല ദോശയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് നേരെ അവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്തോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ട് പോവാം. നമുക്കിനി ഈ ഒരു വഴിയാണ് പോകേണ്ടത്. ഇതുവഴി ഇങ്ങനെ പോയിട്ട് ആ ഭാഗത്തായിട്ടാണ് പോസ്റ്റ് ഓഫീസ് ഉള്ളത്. അപ്പോൾ നമുക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഇതാ ഇവിടെ ഈ പൂക്കളൊക്കെ ആയിട്ട് കാണുന്നില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ പോസ്റ്റ് ഓഫീസ്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഈ കാണുന്നതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാറിലുള്ള പോസ്റ്റ് ഓഫീസാണിത്. ഇവിടെയാണ് നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ കുറേ പേരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ പൂക്കളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മളിവിടുന്ന് ജീപ്പ് എടുത്തു. മലയിലോട്ടുള്ള നമ്മുടെ യാത്ര നമ്മളിവിടെ ആരംഭിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്താ? നമ്മളെ പാസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരവിടെ നമുക്ക് അങ്ങോട്ടുള്ള പാസ്സൊക്കെ റെഡിയാക്കാണ്. അപ്പം നമുക്ക് തിരിച്ച് നമ്മുടെ ജീപ്പിൻ്റെ അങ്ങോട്ട് പോവാം. പാസ്സൊക്കെ വാങ്ങി നമ്മൾ വീണ്ടും മുന്നോട്ട് പോകാം കേട്ടോ. നമ്മളെ അപ്പോൾ സൈലന്റ് വാലി ഫോറസ്റ്റിലോട്ട് കയറുകയാണ് കേട്ടോ.
എൻ്റെ പൊന്നെ. ആ ഒരു ഭാഗത്തെ ഒരു അമ്പലവും മറ്റും ഉണ്ട് കേട്ടോ. ഇവിടുന്നുള്ള വ്യൂ കണ്ടോ? ഞാനായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടോക്ക്. ഇവിടെ ഒരു ഗ്രൗണ്ടാണ്. ഇവിടെ കളിക്കുന്നവർക്ക് ഒരു ഭാഗ്യം ആലോചിച്ചേ. നമ്മൾ വന്ന ജീപ്പുകളാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇവിടെ ചെറിയൊരു പള്ളിയുണ്ട്. 360 വ്യൂ ആണ് ഇവിടെ. ഇതാണ് ഇവിടെയുള്ള ഈ അമ്പലം. നമ്മുടെ കൂടെ വന്നവരൊക്കെ ഓരോ ഭാഗത്തായി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ആ ഒരു ഭാഗത്തൊക്കെ മേഘങ്ങള് ആ മലയിൽ തട്ടിയിട്ട് ഇങ്ങനെ ചെതറി പോകുന്ന കണ്ടോ? എന്ത് ഭംഗിയല്ലേ. നമുക്ക് ക്യാമറ ഓൺ ആക്കിയാലേ ഓഫ് ആക്കാൻ തോന്നില്ല. ഇവിടെ ഈ ഒരു ഭാഗത്ത് മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ്. അതിനോട് ചേർന്നിട്ട് ഈ മലകള്, അതിന്റെ താഴെയായിട്ട് ഈ ഒരു ഗ്രൗണ്ട്. നമ്മളെപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഗ്രൗണ്ടും ഈ മലകളൊക്കെ കണ്ടപ്പോൾ നിർത്തിയാണ്. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കിയേ, അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഈ മൊത്തം കാഴ്ചകൾ. ആ ഭാഗത്തൊക്കെ മേഘങ്ങളെ ആ മലയിലൊക്കെ തട്ടിയിട്ട് ചതുരിപ്പോകുന്നൊക്കെ നോക്കിയേ, എന്ത് ഭംഗിയാണ്. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടേക്ക് ഒന്ന് വരിക, ഇതൊക്കെ ഒന്ന് കാണുക, അത്രേ പറയുന്നുള്ളൂ. അടിപൊളിയായിരിക്കും. ഇതൊരു ലൈഫിൽ ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പം ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, പക്ഷെ ഒട്ടും ചൂടറിയുന്നില്ല. നമുക്ക് ഇതിലൂടെയൊക്കെ എത്ര നടന്നാലും മതിയാവില്ല. കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പം മനസ്സൊക്കെ വല്ലാണ്ട് നിറഞ്ഞു പോകും. വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഇത്. അപ്പം കാഴ്ചകളെന്നും അടിപൊളിയല്ലേ. നമ്മൾ മീശപ്പുലിമലയിലോട്ടുള്ള യാത്രയിൽ ഇവിടെ ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാണ്. വർത്താണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ഭാഗത്തോട്ടൊക്കെ വരിക, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം നല്ല വെയിലുണ്ട്, സമയം 12:30 എന്നാലും ഒട്ടും ചൂടറിയുന്നില്ല കേട്ടോ. നല്ല തണുപ്പാണ്. അപ്പം നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നേ. അങ്ങനെ നമ്മുടെ ചായ കിട്ടി കേട്ടോ. ഈ ഒരു ചേട്ടനുണ്ട് ഇവിടെ. ചേട്ടൻ്റെ പേരെന്താ? മുത്തുകുമാർ ചേട്ടനാണ്. ഇത് അടിപൊളി ചായ ഉണ്ട്. ഇവിടെ ചില്ലുകൂട്ടിനകത്ത് കടികളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മളങ്ങനെ ചായയുടെ കൂടെ കഴിക്കാൻ ഒരു പരിപ്പോടെ ഇവിടെ വാങ്ങിച്ചു. എങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി, നല്ല മുരിഞ്ഞ പരിപ്പോട. നമുക്ക് പരിപ്പോടയും കൂട്ടി ചായ കുടിക്കാം. അപ്പം നമ്മളീ നിൽക്കുന്ന സ്ഥലേ ഇത് സൈലൻറ്റ് വാലി ആണ് കേട്ടോ. സൈലൻറ്റ് വാലിക്ക് അകത്താണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്. അതെ, ഇവിടെ ആ ഭാഗത്തായിട്ട് ഒരു സ്കൂളുണ്ട് കണ്ടോ. എയ്ഡഡ് LP സ്കൂൾ സൈലൻറ്റ് വാലി. ആ ഭാഗത്തൊക്കെയുള്ള കാഴ്ച എങ്ങനെയാണ്. എന്ത് ഭംഗിയാണ് ഈ സ്കൂളിൽ നോക്കിയേ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണത്. അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ഗ്രൗണ്ടൊക്കെ. അവിടെയൊക്കെ കളിക്കുന്ന കുട്ടികളുടെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. തിരിച്ച് നമ്മുടെ ജീപ്പിലോട്ട് പോവാം. അപ്പം നമ്മളങ്ങനെ ഇവിടുന്ന് നമ്മുടെ ബേസ് ക്യാമ്പിലോട്ട് പോവാണ്. ഇനി ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ കണ്ടോ കുറേ ചേച്ചിമാരെ തേയില പറിച്ചിട്ട് അതൊക്കെ ചാക്കിലോട്ട് നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ
ഒക്കെ തേയിലയാണ്. നമ്മളങ്ങനെ കയറി മുകൾ ഭാഗത്തോട്ട് എത്തി. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ തോന്നുന്നു. അങ്ങനെ നമ്മളൊടുവിലൂടെ എത്തിയിട്ടോ നമ്മുടെ ബേസ് ക്യാമ്പിലോട്ട്. അങ്ങനെ നമ്മളിവിടെ ബേസ് ക്യാമ്പിലോട്ട് എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ മീശപ്പുലി മലയിലോട്ടുള്ള ബേസ് ക്യാമ്പ്. അങ്ങനെ നമ്മളിവിടെ ബേസ് ക്യാമ്പിലെത്തി. ഇവിടെ ഇത് കണ്ടോ, ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതാണ് കേട്ടോ ഇവിടുത്തെ. ഇവിടെയൊക്കെ കുറേ വെറൈറ്റി പൂക്കളൊക്കെ നോക്കിയേ. നമുക്ക് കിടക്കാനുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലാണ്. ഇവിടെ ചെറിയ രീതിയിൽ വെള്ളം ഇത് കൂടെ വരുന്ന അറിയില്ല, ഒരു പൈപ്പിലൂടെ വരുന്നത്. നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോവാം. ഇവിടെയാണ് നമുക്ക് താമസിക്കാനുള്ള ടെൻറ്റുകൾ. ഇവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. ഇതുവഴിയാണ് കേട്ടോ വെള്ളം വരുന്നത്. നോക്കിയേ, ഇവിടെ മുഴുവൻ ടെൻറ്റുകളാണ്. നമുക്കിനി നമ്മുടെ ടെൻറ്റിലോട്ട് പോവാം. നമുക്ക് കിട്ടിയത് ഇവിടെ മുകളിലായിട്ടാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഇങ്ങോട്ട് പോവാം. അപ്പം നമ്മളൊരു ടെൻറ്റ് എന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഈ ഒരു സാധനത്തിലൊക്കെ ഉണ്ടോ, എന്തോ ഒരു ടൈപ്പ് വണ്ടാണ്, പേരറിയില്ല. പേരറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഇവിടെയൊക്കെ കുറേ വെറൈറ്റി പൂക്കളുണ്ട് കേട്ടോ. ഒരു ടൈപ്പ് പൂക്കൾ നോക്കിയേ, ഇതൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇപ്പോൾ സമയം 2 മണിയായി. 2:45 നമുക്കതൊരു വെള്ളച്ചാട്ടം കാണാൻ പോകാനുണ്ട്. അതിൻ്റെ മുന്നേ നമുക്ക് ഫുഡ് കഴിക്കണം. നമ്മുടെ ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണമാണ് കേട്ടോ അത്. നല്ല കുത്തരിയുടെ ചോറ്, സാമ്പാർ, ബീട്രൂട്ടിൻ്റെയും കാബേജിൻ്റെ ഉപ്പേരി, അച്ചാർ, പപ്പടം. നമുക്ക് അടിപൊളിയായിട്ട് ഈ ഭക്ഷണം കഴിക്കാം. ഇവിടെയൊക്കെയുള്ള കുറേ വെറൈറ്റി പൂക്കൾ കണ്ടോ. ഇതേ ഒന്ന്, വേറൊന്ന്, അടിപൊളിയാണ്. ഇവിടെ നമ്മുടെ ടെൻറ്റിൻ്റെ അകത്തുനിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ ഒരു വഴി കൂടെയാണ് പോകേണ്ടത്. അങ്ങനെ പോകണം. നമുക്ക് പോയിട്ട് ആ ഒരു അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടുവരാം. നമുക്ക് ഈ ഒരു വഴിയാണ് വെള്ളച്ചാട്ടം കാണാൻ പോകേണ്ടത്. ഈ ഒരു വഴിയാണ് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുക. അപ്പം നമ്മുടെ മുഴുവൻ ടീം ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോവാം. അങ്ങനെ നമ്മളിവിടുന്ന് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് യാത്ര തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്.
നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ? അവിടെ കണ്ടോ വെള്ളച്ചാട്ടം? നിങ്ങൾ ഈ ഒരു പൂവുണ്ടോ? ഒന്ന് നോക്കി വെച്ചോ. നമ്മളിപ്പം ഈ ഒരു വഴിയാണ് ഇങ്ങനെ കയറി വന്നത്. ഈ ഒരു വഴിയെത്തി നമ്മുടെ നടന്നു വരുന്നുണ്ട്. ഇവിടെയൊക്കെ മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. കുറച്ച് ടാസ്ക്കാണ്. ഇവിടെ വീണ് കിടക്കുന്ന ഒരു മരത്തിൻ്റെ വലിയൊരു വേരാട്ടത്. മറ്റൊരു മരം ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ നടന്ന് ഇതൊരു മരം കണ്ടോ? ഈ ഒരു വഴി ഇനിയൊരു കാട്ടിലേക്കാണെന്ന് തോന്നുന്നു കയറുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. അടിപൊളി. ഇത് വെള്ളം ഒലിച്ചു പോയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മളിനി ആ ഒരു വഴിയാണ് പോകുന്നത്. അവിടെ മഞ്ഞ നിറത്തിലേ ഒരു പൂക്കളൊക്കെ കാണുന്നു. നല്ല ഭംഗിയുണ്ട്. ഇവിടെ കണ്ടോ മഴക്കാലത്ത് വെള്ളം ഒലിച്ചു വന്നൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പം ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അവസാനം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. താഴോട്ട് പോകും. അങ്ങനെ അതുവഴിയാണ് നമ്മൾ വന്നത്. ഒടുവിൽ നമ്മളിവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ആ ഒരു ഭാഗത്തു നിന്നാണ് വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. ഇങ്ങോട്ടേക്കുള്ളൊരു വ്യൂ ഉണ്ടോ? ഇവിടെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ? ഫുൾ ടീംസ് ചിൽ മൂഡിലാണ് കേട്ടോ. എങ്ങണ്ട് ഇവിടുന്ന് വെള്ളം ഒഴുകി വരുന്ന നോക്കിയാ. നമ്മളങ്ങനെ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവാണ് കേട്ടോ. കുറേ പേര് കുളിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഇറങ്ങിയില്ല. അട്ടയും തണുപ്പൊക്കെയാണ്, അതുകൊണ്ട് ഇറങ്ങിയില്ല. അങ്ങനെ നമ്മൾ ഈ വന്ന വഴി തിരിച്ചിങ്ങനെ അങ്ങോട്ട് പോവാട്ടോ. നമ്മൾ ഈ വന്ന വഴിയൊക്കെ ഇറങ്ങി കയറി നമുക്കിനി നമ്മുടെ ബേസ് ക്യാമ്പിലോട്ട് പോകണം. ഇപ്പോൾ സമയം 4:39. നമുക്കിനി ഈ കയറ്റമൊക്കെ കയറി വേണം അങ്ങോട്ട് പോകാൻ. നമ്മൾ വരുമ്പം കണ്ട ആ വഴി തന്നെ. വരുമ്പോൾ നമ്മളോട് കുറേ പേരുണ്ടായിരുന്നു. ഇപ്പം കുറേ പേര് പോയി, കുറേ പേര് വരുന്നേ ഉള്ളൂ. ആ ഒരു ഗ്യാപ്പ് നോക്കി ഞാനും ഇറങ്ങി. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് നടക്കാമല്ലോ.
നമ്മളെ നേരത്തെ കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമാണ് കേട്ടോ കാണുന്നത്. ഉണ്ടോ? മുകൾ ഭാഗത്താണ് നമ്മൾ നേരത്തെ വന്നത്. അതിലേക്ക് നോക്കി താഴോട്ട് പോകും. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഒരു പൂവ് നോക്കി വെക്കാൻ പറഞ്ഞില്ലേ? ഇതാണ് കേട്ടോ ആള്. ഇതിൻ്റെ പേര് റോഡോഡെൻഡ്രോൺ എന്നാണ്. ആള് കാണുന്ന പോലെ ചില്ലറക്കാരനൊന്നുമല്ല, നമ്മുടെ ഒരു അയൽക്കാരായിട്ടുള്ള രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് കേട്ടോ ആള്. ഏതാണ് രാജ്യം എന്ന് അറിയുന്നവരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ച് നമ്മുടെ ബേസ് ക്യാമ്പിലോട്ട് വന്നു കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ ചായ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ചായ കുടിക്കാം. ഇപ്പോൾ നമുക്ക് കട്ടൻ ചായ ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. ഇത് കുടിക്കാം. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. നമ്മൾ ഒന്ന് ഫ്രഷായി ഇവിടെ ഇപ്പം ക്യാമ്പ് ഫയറിന് വന്നു കേട്ടോ. ആ ഒരു ഭാഗത്ത് നോക്കിയേ. मोहब्बत का हर एक लम्हा, मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ നാളെ നമുക്ക് നേരത്തെ എണീക്കണം. ഇപ്പം നമുക്ക് കിടന്നുറങ്ങാം. ഞാൻ നേരെ ടെൻറ്റിലോട്ട് വന്നതാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിവിടെ പോകാൻ വേണ്ടി റെഡി ആവാണ്. ഇപ്പോൾ സമയം 4:50 കഴിഞ്ഞു. ഒരു 5:15 നമ്മളിവിടുന്ന് ഇറങ്ങും. നമ്മളിപ്പോൾ ഇവിടെ ബേസ് ക്യാമ്പിൽ ഇവിടെ ഇറങ്ങി സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 5:15 ആകുമ്പോൾ നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് പോകുന്നതിന് മുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്രെഡും ജാമും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ജീപ്പിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടോ. ഇപ്പോൾ സമയം 5:11 ഒരു 5:15 ആകുമ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങും. അങ്ങനെ നമ്മളിവിടുന്ന് ജീപ്പ് എടുത്തു കേട്ടോ. ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാവാൻ പോകുന്നത്.
നമ്മുടെ വണ്ടിക്ക് എത്താവുന്ന ലിമിറ്റിൽ നമ്മൾ എത്തിയിട്ടോ. ഇനി മുഴുവൻ നമുക്ക് നടന്നാണ് പോകേണ്ടത്. ആ ഒരു മുകളിലോട്ടാണ് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി ആദ്യം പോകുന്നത്. നമ്മുടെ ജീപ്പ് ഇവിടെ ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് നടക്കാം. ഇതാ നമ്മൾ പോകുന്നൊരു വഴി നോക്കിയേ. ഇതൊക്കെ റൂമുകളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഗവൺമെൻറ് വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. നമ്മൾ ആദ്യം സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് കയറുകയാണ്. ആയോ, ഈ ഒരു ഭാഗത്തുനിന്നുള്ള വ്യൂ ആണിത്. നമ്മളതാ താഴെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത് കേട്ടോ. ഇതാ കുറേ പേര് കയറി വരുന്നുണ്ട്. നമുക്ക് വേഗം മേലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം സൂര്യോദയം കാണുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കയറി പകുതി എത്തി. ഇവിടെയൊക്കെ മേഘങ്ങൾ കണ്ടോ. അങ്ങനെ നമ്മൾ മുകളിൽ ഈ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടോ. അയ്യോ, പറയാൻ വാക്കുകളില്ല. ഇപ്പം നമ്മൾ ഇവിടെ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. ഇതാണ് നമ്മുടെ സൺറൈസ് പോയിന്റ് എൻ്റെ ബാക്കിൽ കാണുന്നത്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് സൂര്യോദയം കാണാം. പക്ഷേ ഇതിൽ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ആ ഭാഗത്തുണ്ട്. അങ്ങോട്ട് പോകാം. നിങ്ങൾ ഈ ഒരു വ്യൂ ഉണ്ടോ? എൻ്റെ പുറകിൽ ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നൊരു വ്യൂ നോക്കിയേ. എന്ത് അടിപൊളിയല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് വന്ന് കാണുക, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച വെർത്താണ്. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരിക, ഇതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് സൂര്യോദയമൊക്കെ കണ്ടു. ഇവിടെയുള്ളൊരു വ്യൂ ഉണ്ടോ? ഇനിയപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ നടന്നു പോകാനുണ്ട് കേട്ടോ മുകളിലോട്ട്. ഇനിയാണ് യഥാർത്ഥ മലകയറ്റം തുടങ്ങുന്നത്. ഭയങ്കര സന്തോഷം, വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഒന്നും പറയാനില്ല. അവിടെ കണ്ടോ, ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ സൺറൈസ് പോയിന്റിലോട്ട് കയറി വന്നത്. ഇതുവഴി ഇങ്ങനെ കയറി ഇങ്ങോട്ട് വന്നു. ആ ഒരു ഭാഗത്തൊക്കെ മേഘങ്ങൾ ഫുള്ള് മൂടിയിട്ടുണ്ട്. നോക്കിയേ, എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്, കഥകൾ പറയുന്നുണ്ട്, പോസ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഈ ഒരു ഭാഗത്തോട്ട് വരാം കേട്ടോ. ഈ ഒരു കാഴ്ച കണ്ടോ, അരയാടുകളാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ടൊന്നൊരു പേടിയില്ല. ഒന്നല്ല, കുറേ എണ്ണമുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്തെ ഒരുപാട് പുല്ലുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ദേ പോകുന്നു. ഒരാളിവിടെ ഉണ്ട്. അപ്പം നമ്മൾ
ഇതുവഴിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നതാണ് കേട്ടോ. ഇനി ഇതുവഴി ഇങ്ങനെ താഴോട്ട് കണ്ടോ ആ ഒരു ഭാഗത്തോട്ട് പോകണം. നമുക്ക് ഇനി ബാക്കിയൂടെ ഇറങ്ങാം. അപ്പം നമ്മൾ അതുവഴിയൊക്കെ ഇറങ്ങി ഇവിടെ എത്തി. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരിക കേട്ടോ. അയ്യോ, ഇനി നമുക്ക് ആ ഒരു വഴി വേണം പോവാൻ. അതുവഴി ഇറങ്ങി അതുവഴി കയറി വീണ്ടും താഴോട്ട് ഇറങ്ങി ഏതൊക്കെയോ വഴി പിന്നെ പോകണം, ബാക്കി അറിയില്ല. അങ്ങനെ നമ്മൾ മുഴുവൻ താഴോട്ട് ഇറങ്ങി. ഇനി ഈ ഒരു ചെറിയ വഴിയിൽ കൂടിയാണ് പോകേണ്ടത്. ഇതുവഴി ഇങ്ങനെ പോയി അവിടെ കയറണം, എന്നിട്ട് അപ്പുറത്തെ ആ ഭാഗത്തൂടി പോകണം. ഇതൊക്കെ ചെറിയ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാനുള്ള വഴിയാണ് കേട്ടോ. ഉണ്ടോ, ജസ്റ്റ് കഷ്ടിച്ച് ഒരാൾക്ക് ഇതിൽ കൂടെ നടക്കാം. അത്രേ ഉള്ളൂ വഴി. മുഴുവൻ പുല്ലാണ് കണ്ടോ. ആ ഒരു മലയിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇവിടെ ഫുള്ള് പുല്ലാണേ. അയ്യോ, കിതപ്പുണ്ട്, ക്ഷീണമുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം ആവേശമുണ്ട്. അവിടെ എത്താനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആ എക്സൈറ്റ്മെൻറ്റ് മാത്രം മതി, എത്ര ദൂരം വേണേലും നമുക്ക് നടക്കാം. ഇപ്പോൾ അങ്ങനെയാണ്, ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെ എത്തുന്ന ലക്ഷ്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ ആ മലയിറങ്ങി ആ ഒരു പുല്ലുകൾക്കിടയിലൂടെ വന്ന് ഇവിടെ കയറി. ഇവിടെ നിന്നൊക്കെയുള്ളൊരു വ്യൂ കണ്ടോ. ഇവിടെ ഒരു വ്യൂ കണ്ടത്. താഴെ അവിടെ ഒരു അരുവി ഉണ്ട് കേട്ടോ. ഈ രണ്ട് മലകൾക്കിടയിലൂടെ അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ മുകളിലോട്ട് കയറണം. ഇതുവഴി ഇറങ്ങി നമ്മളിങ്ങനെ ഇതുവഴി ഇറങ്ങി. ഇവിടെ അരുവി കണ്ടോ, അടിപൊളിയല്ലേ. ഈ ഒരു അരുവി നോക്കിയേ. നമ്മൾ ആ ഒരു മലയുടെ മുകളിൽ നിന്ന് കണ്ടോ അവരിറങ്ങുന്നത് പോലെ ഇറങ്ങി. അതിനുശേഷം ഈ ഒരു മലയുടെ ഭാഗം കയറി അതിറങ്ങി. പിന്നെ ഇതാ ഈ ഒരു മല കയറി ഇപ്പോൾ ഇവിടെ എത്തി. നല്ല കിതപ്പുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് ആ മലയൊക്കെ ഇറങ്ങി ഇങ്ങനെ എത്തി. നല്ല കിതപ്പുണ്ട്, പക്ഷെ സാരമില്ല, കാരണം നമ്മുടെ ലക്ഷ്യം അത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അയ്യോ, സൂപ്പറാണ്. എന്നാൽ നമുക്ക് ഇനി ഒരു ഇതുകൂടെ മുഴുവൻ കയറണം. ഇവിടെ നിന്ന് താഴോട്ടുള്ളൊരു വ്യൂ കണ്ടോ. ഇവിടെയൊക്കെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അവിടെയൊക്കെ ഒരു വലുപ്പം നോക്കിയാൽ ആ കാണുന്നതേ ഒരു വലിയ ടവറാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഹൈറ്റ് നോക്കിയേ. അവിടെയൊക്കെ കുറേ കെട്ടിടങ്ങളുണ്ട്. ഏതാ ടൗണെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. നടത്തത്തിൻ്റെ ഇടയിലേ ഒന്നുകൂടെ നിന്നതാ. ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമുക്ക് ബാക്കി നടക്കാം. അങ്ങനെ ഓരോ മലകളും കയറി ഇറങ്ങി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഇതുവഴി ഇങ്ങനെ നടന്ന് ആ ഒരു ഭാഗത്തെത്തണം. കണ്ടോ കണ്ടോ രണ്ടുപേര് കയറിപ്പോകുന്നുണ്ടോ. അവിടെ എത്തണം. അവിടെ എത്തണമെങ്കിൽ നമ്മൾ ഈ ഒരു വഴി ഇങ്ങനെ നടന്നു പോകണം. അങ്ങ് ദൂരെ അവിടെ കാണുന്ന ആ മലയിലൂടെ ഇതിലൂടെ നമ്മൾ നടന്നു വന്ന് ഇനി നമുക്ക് ഈ ഒരു വഴി മുഴുവൻ നടന്ന് ആ ഒരു
സൂര്യൻ്റെ താഴെയായിട്ട് കാണുന്ന മലയുടെ ഭാഗത്തോട്ടെത്തണം. ക്ഷീണമുണ്ടോ? ഉണ്ട്. തളർച്ചയുണ്ടോ? ഉണ്ട്. കിതപ്പുണ്ടോ? അതും ഉണ്ട്. ആ നമ്മളിവിടെ നിൽക്കുമോ? ഇല്ല. കാരണം നമുക്ക് മേലെ എത്തണം, അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണണം. അപ്പം നടന്നുകൊണ്ടിരിക്കുക. ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത്. ഞാനിപ്പോൾ ഇവിടെ എത്തി. ഇനി നമുക്ക് ഇതുവഴി മുകളിലോട്ട്, ഇവിടെ ആളുകളൊക്കെ ഉണ്ടോ? അവിടോട്ടെത്തണം. ആ ഒരു ഭാഗത്തൊക്കെ കിതപ്പുണ്ട്. ആ ഒരു ഭാഗത്ത് കണ്ടോ? കോടയാണ്, മലയിൽ തട്ടിയിട്ട് നല്ല ഭംഗിയില്ലേ? അപ്പം നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് മുകളിലോട്ട് പോവാം. ഒരുപാട് മലകൾ കയറി ഇറങ്ങി വീണ്ടും കയറി, അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു മല കയറുകയാണ്. ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല, എന്നാലും പോവന്നെ. ഈ ഒരു ഭാഗത്തു നിന്നുള്ള മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഉണ്ടോ? മേഘങ്ങൾ നമ്മുടെ തൊട്ടടുത്തുണ്ട്. നമ്മൾ ഇനി ഇതുവഴി കയറി നമുക്കിതാ അതിൻ്റെ മുകളിൽ അവിടെയായിട്ട് എത്തണം. നമ്മളങ്ങനെ എത്താറായി. കണ്ടോ? നമുക്ക് മേഘങ്ങളെ തൊടാം. ഈ ഒരു ഭാഗത്തൊക്കെ നോക്ക്, അങ്ങോട്ടൊക്കെ. ആ ഭാഗത്ത് മേഘങ്ങളാണെങ്കിൽ ഇവിടെ മറ്റൊരു കാഴ്ചയാണ്. ആ ഒരു ഭാഗത്തൂടെ നമ്മൾ കയറി ഇങ്ങോട്ടെത്തി. ഇനി നമുക്ക് ഇതുവഴി മുകളിലോട്ട് കയറണം. ഇവിടെയൊക്കെ കോടയാണ് കേട്ടോ. നമ്മളിപ്പോൾ മേഘങ്ങൾക്ക് ഉള്ളിലാണ്. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. ഇങ്ങോട്ടൊക്കെ കോട വന്നിട്ട് നോക്കിക്കേ. അയ്യോ, പണ്ടത്തെ പരസ്യത്തിലെ വാചകം പോലെ തോന്നുന്നു. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ. അത്രയ്ക്ക് അടിപൊളിയാണ്. നമുക്ക് മുകളിലെത്തിയിട്ട് ബാക്കി അവിടെ നിന്ന് പറയാം. കണ്ടോ? ഇവിടെ മുഴുവൻ കോട വന്നു. നമുക്ക് ഇനിയും കുറച്ചുകൂടെ മേലോട്ട് കയറാനുണ്ട്. അങ്ങനെ ഒടുവിൽ നമ്മളിവിടെ എത്തി. കിതപ്പുണ്ട്. കിതപ്പൊന്നും മാറാനുള്ള സമയം കിട്ടുന്നില്ല. അത്രയും എക്സൈറ്റ്മെൻ്റാണ്. അങ്ങനെ നമ്മൾ 7 മലകൾ കയറി ഇറങ്ങി. സൗത്ത് ഇന്ത്യയിൽ ഒരു മനുഷ്യന് എത്താൻ പറ്റുന്ന ഏറ്റവും പീക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്നുള്ള വ്യൂ നോക്ക്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ ഇത് മുഴുവൻ കണ്ടു നോക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടൻ്റെ പേരെന്താണ്? ഹായ്, എൻ്റെ പേര് പ്രണവ്. ഞാനിവിടെ ബേസ് ക്യാമ്പിൽ ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഇവിടുത്തെ പാക്കേജ് എന്ന് പറയുമ്പോൾ ട്രക്കിംഗ് ആണുള്ളൊരു അവസരമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് 3 ടൈപ്പിലുള്ള സ്റ്റേ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബേസ് ക്യാമ്പ് ഉണ്ട്, സ്കൈ കോട്ടേജ്, റോഡ് മെൻഷൻ. ഈ റോഡ് മെൻഷൻ സ്കൈ കോട്ടേജസ് ആയിട്ടാണ്. ബേസ് ക്യാമ്പിൽ നമ്മൾ ടെൻറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം 60-70 പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ സ്കൈ കോട്ടേജ് ഒരു സിംഗിൾ കോട്ടേജാണ്, കപ്പിൾ കോട്ടേജാണ്. ബേസ് ക്യാമ്പിൽ തന്നെയാണ്. അവിടെ നിന്ന് ഒരു 450 മീറ്റർ പുറത്തുനിന്ന് നടക്കാനുണ്ട്. ഒരു ഒറ്റയ്ക്ക് അടുത്ത് വേറെ ആൾക്കാരുടെ പ്രസൻസ് ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. ബേസ് ക്യാമ്പാണ് ഫുള്ള് നല്ലൊരു ക്രൗഡുള്ളൊരു ഏരിയയാണ്. പിന്നെ റോഡോ മെൻഷൻ ബേസ് ക്യാമ്പിൽ നിന്ന് 5 കിലോമീറ്ററോടെ മേലിലോട്ട് വന്ന് കറക്റ്റ് 8000 ഫീറ്റിലാണ് റോഡോ മെൻഷൻ സ്റ്റേ. യെസ്, ആ കോട്ടേജാണ്. അതാണ് റോഡോ മെൻഷൻ മാക്സിമം 20 പേർ കപ്പാസിറ്റിയാണ് അവിടെ ഉള്ളത്. പാക്കേജിൽ വന്നു കഴിഞ്ഞാൽ സെയിമാണ്. 2 ടൈം ഫുഡുണ്ട്, ചായ, ബിസ്ക്കറ്റ്. പിന്നെ ഏർലി മോർണിംഗ് ട്രക്കിംഗ് ആണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. രാവിലെ നമ്മൾ 5:15 ബേസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി ബ്രെഡും ജാമും കഴിച്ചാണ് ഇറങ്ങണേ. ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ഉണ്ട്. അവിടെ നിന്ന് 5 കിലോമീറ്റർ എത്തി, റോഡോ മെൻഷൻ എത്തി, നേരെ പീക്കിലോട്ട് കയറുന്നു. പീക്കിലോട്ട് വരുന്നതിന് മുമ്പ് 300 മീറ്റർ കയറി ഫസ്റ്റ് ഹില്ലിൽ നിന്ന് സൺറൈസ് കാണുന്നു. സൺറൈസ് കണ്ടിട്ട് എല്ലാവരും ഒറ്റ ഗ്രൂപ്പായിട്ട് നമ്മൾ നേരെ മീശപ്പുലി മലയിലോട്ട് വരുന്നു.
നമ്മൾ ആ ഒരു ഭാഗത്തൂടെ കയറിയാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. നമുക്ക് ഭാഗത്തോട്ടൊന്ന് നടക്കാം. മുഴുവൻ കുട മൂടി നമ്മുടെ സൗത്തിലെ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത് ആനമുടിയാണ്. അപ്പം ആനമുടിയുടെ മുകളിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് വരാൻ പറ്റുന്ന സ്ഥലം ഏതാ? അതാണ് ഈ മീശപ്പുലിമല കേട്ടോ. ഏകദേശം 8662 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗം തമിഴ്നാടാണ്, ആ ഒരു ഭാഗം കേരളമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന മീശപ്പുലിമലയില്ലേ, ഇത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇങ്ങോട്ടുള്ള എൻട്രൻസ് കേരളം വഴി മാത്രമേ ഉള്ളൂ. കേരളം വഴി മാത്രമേ നമുക്ക് ഈ മീശപ്പുലിമലയിലോട്ട് കയറാൻ പറ്റുള്ളൂ. മേഘങ്ങളിങ്ങനെ ഓരോ സൈഡിലായിട്ട് മൂടിക്കൊണ്ടിരിക്കുക. ചെറിയൊരു കാറ്റ് വീശുമ്പം മേഘങ്ങളിങ്ങനെ മാറും, വീണ്ടും ഇങ്ങോട്ട് വരും. നമ്മൾ മേഘങ്ങളേക്കാൾ ഉയരത്തിലാണ് നിൽക്കുന്നത്. മിനിറ്റുകൾ കൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. പെട്ടെന്ന് വെയിൽ വരും, പെട്ടെന്ന് കോട വരും, പെട്ടെന്ന് മഴ പെയ്യും. ഒന്നും പറയാൻ പറ്റാത്ത ഒരു പ്രദേശമുണ്ട്. ഇപ്പോൾ ഇവിടെ വെയിലൊക്കെ വന്നു. നമ്മൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോവാം, ആ ഭാഗത്തോട്ട്. ഇപ്പോൾ ഇവിടെ മൊത്തം കോടയാണ്, മഴ മുഴുവൻ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് താഴോട്ട് ഇറങ്ങാൻ പോവാണ്. ഇതുവഴി ഇറങ്ങി ആ വഴി പോകണം. ഞാൻ പറയുന്നതേ എന്താ ഇങ്ങനെ ആയിപ്പോയെന്നറിയോ, വായിൽ കടലമുട്ടായി ഉണ്ട്. ദേ ഇവരുടെ നാട്ടിൽ അതിന് കപ്പലണ്ടി മുട്ടായി എന്ന് പറയും. കൊല്ലത്ത് കണ്ണൂർ അഭയാർത്ഥിക്കട്ട എന്ന് പറയും. അടിപൊളി. അപ്പം നമ്മൾ കടലമുട്ടായി എന്ന് പറയും, കൊല്ലത്ത് കപ്പലണ്ടി മുട്ടായി, കണ്ണൂർ അഭയാർത്ഥിക്കട്ട. അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അത് വായിലിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുമ്പോൾ ഒരു പിടുത്തം. അപ്പം നമ്മൾ മുകളിൽ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ഇനി താഴോട്ട് ഇറങ്ങാൻ പോവാണ്. ഇതുവഴി നമുക്കപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോവാം. അപ്പോൾ ഈ ഒരു ചേട്ടനാണ് നമ്മുടെ ഏറ്റവും പുറകിലുള്ള ഗൈഡ് കേട്ടോ. ചേട്ടൻ്റെ പേരെന്താണ്? പാണ്ഡ്യൻ എന്നാണ് പേര് കേട്ടോ. പുള്ളിയാണ് നമ്മുടെ ഏറ്റവും പുറകിലുണ്ടാവുക. നമ്മുടെ എല്ലാവരും താഴോട്ട് ഇറങ്ങി, ഞാൻ ഏറ്റവും ബേക്കിലായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ആ കോട കണ്ടില്ലേ, അതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. ഈ ഭാഗത്ത് മുഴുവൻ കോടയാണ്. ഞാൻ ഈ ഇറങ്ങുന്ന വഴിയിലൊക്കെ കോടയുണ്ട് കേട്ടോ. നമ്മുടെ കൂടെയുള്ളവർക്ക് ഇതാ മുന്നിൽ ഇറങ്ങി പോവുകയാണ്. നമുക്കും മെല്ലെ താഴോട്ട് ഇറങ്ങാം. നമ്മൾ അതുവഴിയാട്ടോ ഇറങ്ങി വന്നത്. അങ്ങനെ ഇറങ്ങി വന്ന് ഈ ഒരു ഭാഗത്ത് നോക്കിയേ, മേഘങ്ങൾക്ക് മുകളിൽ നമ്മളങ്ങനെ ഇങ്ങനെ ഇറങ്ങി ആ ഭാഗത്തോട്ട് പോകണം. ഈ രണ്ട് ഭാഗത്തും നല്ല വ്യൂ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളപ്പോൾ അവിടെ നിന്നൊക്കെ നടന്ന് ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി നിന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ ദൂരം കൂടിയേ നമ്മുടെ അവിടെ ജീപ്പ് നിർത്തി ആ ക്യാമ്പിലോട്ടുള്ളൂ. അടിപൊളിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല തണുത്ത കാറ്റ്, നല്ലൊരു വൈബ് മൂഡാണ്. ആ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അവിടെ കാണാം. അവിടെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ ഒരു അരുവിയുടെ സൈഡിലാക്കി ഇരിക്കുക. അടിപൊളി ഒരു വ്യൂ ആണ്, അടിപൊളി ഒരു പ്ലേസാണ്, അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. അപ്പം എന്തായാലും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ടൊക്കെ വരിക, ഇതൊക്കെ കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഈ കാണുന്നതിനൊക്കെ അപ്പുറമാണ് ഇവിടെയുള്ളൊരു എക്സ്പീരിയൻസ്. ഇപ്പം നമ്മൾ നടന്ന് ഈ ഒരു ഭാഗത്തോട്ടെത്തി. ഈ വഴി വേറൊരു ഭംഗിയാണ്.
ഈ ഭാഗത്ത് മുഴുവൻ പൈനാണ്. അതിൻ്റെ ഇടയിലൂടെ ഉണ്ടോ ഈ ഭാഗത്ത് നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായി. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അടിപൊളി ഒരു വഴിയല്ലേ ഇത്. നല്ല തണുപ്പാണ് കേട്ടോ ഈ വഴി മുഴുവൻ. അങ്ങനെ നമ്മുടെ ജീപ്പൊക്കെ വെച്ച ആ സ്ഥലത്തോട്ട് എത്തി കേട്ടോ. അങ്ങനെ ഒരുപാട് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് മനസ്സൊക്കെ നിറഞ്ഞ് നമ്മളിതാ നമ്മുടെ ജീപ്പ് നിർത്തിയ ഒരു ഭാഗത്തോട്ടെത്തി. നമ്മൾ വന്നത് ആ വഴി കൂടിയാണ്. ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ എത്തിയിട്ടോ. സൂപ്പർ യാത്രയായിരുന്നു. നിങ്ങൾ കണ്ടാണല്ലോ, അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതാ നമ്മൾ നമ്മുടെ ബേസ് ക്യാമ്പിൽ തിരിച്ചെത്തി. അപ്പോൾ നമുക്കിവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പുട്ടും കടലക്കറിയൊക്കെയാണ്. നമുക്കത് കഴിക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പുട്ടുണ്ട്, റൈസ് ഉണ്ട്, കടലക്കറി ഉണ്ട്, പഴം, മൂന്നക്കറക്കുള്ള സലാഡുണ്ട്, ആപ്പിളുണ്ട്, മുട്ടയുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു യാത്ര എത്ര മനോഹരമായിരുന്നു എന്ന്. ഈ ഒരു യാത്ര ഞാൻ നടത്തിയത് ഹൈക്കർ ഇന്ത്യയുടെ കൂടെയാണ്. താങ്ക് യു ഹൈക്കർ ഇന്ത്യ. അപ്പോൾ ഹൈക്കർ ഇന്ത്യയുടെ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ആ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു മനോഹര വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.